10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്ന് നിങ്ങളെ ചേട്ടന്മാരും ചേച്ചിമാരും റിസൾട്ടിൽ മാർക്ക് കുറയുന്നത് കണ്ട് അവരാകെ സങ്കടപ്പെടുന്നത് കണ്ട് നിങ്ങൾ ഇങ്ങനെ മാറുന്ന ചിരിക്കുകയാണെങ്കിൽ അവന്മാർക്ക് വല്ലതൊക്കെ പഠിച്ചുകൂടായിരുന്നു എന്നൊക്കെ നിങ്ങൾ മനസ്സിൽ ചുമ്മാ കരുതുന്നുണ്ടെങ്കിൽ ആ ദിവസം നിങ്ങളിലേക്ക് എത്താൻ ഇനി അധികം സമയമൊന്നുമില്ല. കാരണം ഈ കഴിഞ്ഞ റിസൾട്ടുകൾ നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ SLC റിസൾട്ട് ഇന്ന് വന്നു. അതുപോലെ CBSE റിസൾട്ട് കുറച്ച് മുന്നേ വന്നിരുന്നു. +2 CBSE റിസൾട്ട് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇതിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന സാധനം മാർക്ക് കമ്പാരിറ്റീവ്ലി താഴോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. റിസൾട്ടിന്റെ A1കളുടെ എണ്ണം A+ന്റെ എണ്ണം ഒക്കെ കുറയാം. ഈ 8ാം ക്ലാസ് പഠിക്കുന്നത് ഞങ്ങളോട് നിൽക്കുന്നത് എന്തിനാണ് നിഹാൽ സാറെ പറയുന്നത്? നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ റിസൾട്ട് നോക്കാനുള്ള നിങ്ങളിലേക്കുള്ള ദൂരം അധികം ദൂരമൊന്നുമില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഈ ദിവസം അല്ലെങ്കിൽ നമ്മുടെ റേസിന്റെ ഫൗണ്ടേഷൻ ചാനലോട് ഞാൻ നിങ്ങൾക്കിട്ട് ഓരോ വീഡിയോയിലിടും എങ്ങനെ 8ാം ക്ലാസ്സിന്റെ പഠനം തുടങ്ങാം എന്നൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ പഠിക്കുന്ന സിസ്റ്റത്തെ മാറ്റേണ്ട സമയം എപ്പോഴോ കഴിയും. കാരണം സിസ്റ്റം മാറി. നമ്മളെ പരീക്ഷകൾ നടക്കുന്ന രീതി മാറി, പരീക്ഷയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതി മാറി, പരീക്ഷയുടെ ലക്ഷ്യമേ മാറി. പക്ഷെ നമ്മളിപ്പോഴും പഠിക്കുന്ന രീതിയിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും നമ്മൾ കൊണ്ടുവരുന്നില്ല. അങ്ങനെ ഒരു മാറ്റവും ഇല്ലാതെ നമ്മൾ ട്രഡീഷണൽ നമ്മൾ എങ്ങനെയാണോ പഠിക്കുന്നത് അതേ രീതിയിലാണ് നിങ്ങൾ ഇപ്പോഴും പഠിക്കുന്നത് നിങ്ങളുടെ പൊന്നു 8ാം ക്ലാസ്സിലെ കുട്ടികൾ. കാരണം ഈ വർഷം നിങ്ങൾ 7ാം ക്ലാസ് ഹൈസ്കൂളിലേക്ക് എത്തുക. നിങ്ങളോടാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. നിങ്ങൾ ഈ ഒരു വർഷം മുതൽ നിങ്ങൾ പഠിക്കുന്ന രീതിയിൽ എന്തിനാ ഞാൻ പഠിക്കുന്നത് അതും കൂടി നമ്മൾ ആലോചിക്കേണ്ട സമയമായിട്ടുണ്ട്. അതിൽ നിങ്ങൾ മാറ്റം വരുത്തിയില്ലെങ്കിൽ ഈ റിസൾട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ചേട്ടന്മാരും ചേച്ചിമാരും സങ്കടപ്പെടുന്ന ആ ഒരു കാഴ്ചയിലേക്ക് നിങ്ങളും ഉടനെ തന്നെ എത്തും. അതിലെത്താതിരിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട രീതി നിങ്ങൾ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. അല്ലാതെ പരീക്ഷയുടെ തലേ ദിവസം നിങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് മാർക്കുകൾ കിട്ടൂല എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അതാണ് ഈ കണ്ട റിസൾട്ടുകൾ. കേരള ചരിത്രത്തിൽ ഏറ്റവും കുറവ് A+ലേക്കാണ് നമ്മൾ പോയത്. ഇത് നിങ്ങളിലേക്ക് എത്താൻ അധികം ദൂരമില്ല. ഇത് റിയാലിറ്റി, ഇതൊരു സത്യമാണ്. ഇത് ആരൊക്കെ എങ്ങനെയൊക്കെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ എസ്പെഷ്യലി നിങ്ങളുടെ പാരൻസ് കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളെ സിസ്റ്റം മാറി, പഠിക്കുന്ന രീതി മാറി, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി മാറി. ഈ വർഷമൊക്കെ നിങ്ങൾ നോക്ക്. കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ കഴിഞ്ഞ തൊട്ട് അതായത് കഴിഞ്ഞ വർഷമാണ് 8ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് മാറിയത്. ആ ടെക്സ്റ്റ് ബുക്ക് വെച്ച് നിങ്ങളൊന്ന് നോക്ക്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നെറ്റിൽ അവൈലബിൾ ആയിരിക്കും. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളത്. എൻറ്റയർലി മാറി. നമ്മൾ മാറാതെ നമുക്ക് രക്ഷയില്ല. നിങ്ങൾ പഠിച്ച് എന്തെങ്കിലുമൊക്കെ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ദിസ് ഈസ് എ ബെസ്റ്റ് ടൈം ടു ട്രാൻസ്ഫോം യുവർ സ്റ്റഡി. നിങ്ങളെ പഠനത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ, ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും നല്ല ക്ലാസ്സാണ് 8ാം ക്ലാസ്. നിങ്ങൾ പഠനത്തിൽ മാറ്റം കൊണ്ടുവരിക. അങ്ങനെ റേസിൻ്റെ ക്ലാസ്സുകൾ ഈ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ലക്ഷ്യം എന്തല്ല, പരീക്ഷ തലേന്ന് നൽകുന്ന ഷുവർ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നും, കൺസെപ്റ്റ് ഓറിയന്റഡ് നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ കൊടുക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്ക് താഴെ കൊടുക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക. നമ്മൾ ഒരു മാറ്റം നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ മാറിയില്ലെങ്കിൽ കുടുങ്ങും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പം നിങ്ങൾ ഒന്നും വേണ്ട, നിങ്ങളുടെ ഈ വർഷം 10ാം ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങളുടെ ചേട്ടന്മാരോ ചേച്ചിമാരോ വീട്ടിലുണ്ടെങ്കിൽ ഫാമിലി ഉണ്ടെങ്കിൽ ഒന്ന് അവരോട് ചോദിച്ചു നോക്കൂ എങ്ങനെയാണ് ഞാൻ പഠിക്കേണ്ടത്. അവർ പറയും എടാ പരീക്ഷ തലേന്ന് ഇനി പഠിച്ചിട്ട് കാര്യമില്ല എന്ന് അവർ പറയും. അപ്പോൾ എന്തിനാണ് നമ്മൾ എന്താ പറയുക ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി നമ്മൾ എവിടേക്ക് എത്തുന്നില്ല. നമ്മൾ നല്ല മാറ്റത്തോടു കൂടി അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങാൻ വേണ്ടി പോകണം. അപ്പോൾ ഞാൻ വളരെ സ്നേഹത്തോട് നിങ്ങളോട് പറയാണ്, നമ്മളെ കൂടെ ജോയിൻ ചെയ്തോ, അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങളെല്ലാ ഫ്രണ്ട്സും നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ കൊടുക്കുക. അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എന്താ പറയുക ഒരു നല്ല മാറ്റത്തിലേക്ക് നിങ്ങൾ എത്തണേടാ മക്കളെ, ഇല്ലെങ്കിൽ നമ്മൾ ലോക്കായി പോകും, കുടുങ്ങിപ്പോവും.